എല്ലാവർക്കും SR ഫാഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 290ൻ്റെ നൈറ്റി പീസാണ്. 2 തുണിയിൽ ചെയ്യാണ്, മിക്സ് ആൻഡ് മാച്ചിൽ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ 2 തുണി ഞാൻ നീർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 40 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തത്. 40 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടുന്ന് താഴേക്ക് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. താഴേക്കുള്ള ഫ്രില്ല് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 8 ഇഞ്ച്. വീണ്ടും താഴേക്ക് ഒരു 8 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കിനി വെട്ടിയെടുക്കാം. ആദ്യം 40 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തത് ഞാൻ നേരെ ഒന്ന് വരയ്ക്കുകയാണ്. നമുക്ക് ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടുന്ന് താഴേക്ക് കൈക്കുഴി 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. നമുക്ക് ചെസ്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തുന്നത്തുണി കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റ് ലെങ്ത്ത് 13 ഇഞ്ച് എടുക്കാം. അവിടുത്തെ വണ്ണം 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി താഴേക്ക് 19 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വണ്ണം മോൾഡ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് അതേപോലെ 10 ഇഞ്ച് തന്നെ എടുത്തിട്ട് താഴേക്ക് നേരെ വരച്ചു കൊടുക്കാം. ഇനി കൈയിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് കൊടുത്തത്. കൈയിൻ്റെ വണ്ണം 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കൈ ഒന്ന് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. കൈക്കുഴി വെട്ടുകയാണ്. കൈക്കുഴി വെട്ടാൻ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കൈക്കുഴി വെട്ടാം. ഫ്രോക്ക് നൈറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തുണി കളയാനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 290ൻ്റെ തുണി ആയതുകൊണ്ട് ഉള്ള തുണി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഇനി കൈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. വരച്ചെടുക്കാം. ബാക്കിലെ നെക്ക് റൗണ്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. റൗണ്ടായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം.
ഇത് ഫ്രില്ലിനുള്ളത് നമ്മൾ 8 ഇഞ്ച് നേരത്തെ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതാ ഇപ്പോൾ വെട്ടുകയാണ്. 8 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിനുശേഷം 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ആ പോയിന്റിലൂടെ വരച്ചിട്ടുണ്ട്. ഇനി അത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.